വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. സിൻസൈ മെറ്റി എന്ന ഡ്രാമയുടെ 10ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി വീണ ഷെങ്മു കുറച്ച് കഴിഞ്ഞ് നോർമലായ ശേഷമാണ് റൂയിയുടെ റൂമിലേക്ക് തിരികെ ചെന്നത്. അതിനു മുമ്പ് റൂയിയുടെ അച്ഛനും അമ്മയും കൂടി അവനെ വിളിച്ചിരുന്നു. അവർ പിണക്കമൊക്കെ അവസാനിച്ച് വീണ്ടും ഒരുമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് റൂയിയെ തിരികെ കൊണ്ടുപോവുകയാണ് എന്നുള്ള കാര്യം അവനും അറിഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് സിയാനോട് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. നിന്നോട് മനഃപൂർവ്വം പറയാതിരുന്നല്ല, പക്ഷെ എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നവൾ പറയുന്നു. റോയിക്ക് തിരികെ അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് പോകാൻ കഴിയുന്നതിൻ്റെ സന്തോഷമുണ്ടെങ്കിലും അവനെ പിരിയുന്നതിൻ്റെ വിഷമം രണ്ടുപേർക്കും ഉണ്ട്. തിരികെ പോകുന്ന വിവരം അടുത്ത ദിവസം റോയിയും അറിയുന്നു. ഷെങ്മുവിനൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടയിൽ അങ്കിളിൻ്റെ കാര്യം ഓർത്താണ് എനിക്ക് വിഷമം. അങ്കിൾ എന്നും ഇങ്ങനെ ഒറ്റത്തടിയായി നിൽക്കാൻ തന്നെയാണ് ഉദ്ദേശം. സത്യത്തിൽ അങ്കിൾ ഒരു ബോറനാണ് എന്നൊക്കെ ഒരു ഇൻട്രൊഡക്ഷനായി പറഞ്ഞിട്ട് ആൻറ്റിക്ക് ഒറ്റയ്ക്കുള്ള ജീവിതം അടുത്തു തുടങ്ങി. അങ്കിളിനെ ബോയ് ഫ്രണ്ടാക്കിയാൽ കൊള്ളാവുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞിരുന്നു. അങ്കിൾ ഈ അവസരം മിസ്സാക്കിയാൽ ആൻറ്റി ഹാനങ്കിളിൻ്റെ അടുത്തേക്ക് പോകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇഷ്ടം തുറന്നു പറയാനുള്ള ശ്രമം തുടങ്ങിക്കോ എന്ന് അവനെ ഉപദേശിച്ചിട്ട് റൂയി അവളെ ഉണർത്താൻ എന്ന് പറഞ്ഞ് അവളുടെ മുറിയിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് അവനോട് പറഞ്ഞ് അതേ ഡയലോഗ് തന്നെ തിരിച്ച് അവളോട് പറയുന്നു. അങ്കിളിന് ഒറ്റയ്ക്കുള്ള ജീവിതം അടുത്തു തുടങ്ങി. ആൻറ്റിയെ ഗേൾഫ്രണ്ട് ആക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അങ്കിളിന്ന് ആൻറ്റി ഔട്ടിങ്ങിന് പോകാൻ വിളിക്കും. ആൻറ്റിയുടെ ഇഷ്ടം തുറന്നു പറയാൻ പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് റൂയി അവളോട് പറയുന്നു. സിയാനത് സത്യമാണെന്ന് വിശ്വസിച്ചാകെ ത്രില്ലടിച്ച് എങ്കിൽ ഞാൻ നന്നായി ഒരുങ്ങി വരാം എന്ന് അവനോട് പറയുന്നു. റൂയി തിരികെ ഷെങ്മുവിൻ്റെ അടുത്തെത്തി ആൻറ്റിക്ക് അങ്കിളിനോടൊപ്പം പുറത്തു പോയാൽ കൊള്ളാമെന്നുണ്ട്. അങ്കിൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഏതാണെങ്കിലും കുഴപ്പമില്ല. ഞാനും നിങ്ങളെ ശല്യം ചെയ്യാതെ യു ആൻറ്റിക്കൊപ്പം പോവുകയാണ് എന്ന് പറഞ്ഞ് റെഡിയാക്കി വെച്ചിരുന്ന ബാഗും എടുത്ത് അവൻ പുറത്തേക്ക് ഇറങ്ങുന്നു. അവിടെ ഷെങ്യു അവനെ കൂട്ടിക്കൊണ്ടുപോകാനായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയെല്ലാം ചെയ്യണമെന്ന് അവൾ അവനെ നേരത്തെ പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു. പറഞ്ഞതുപോലെ എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ടെന്ന് അവൻ അവളെ കണ്ടപ്പോഴേ അറിയിക്കുന്നു. ഷെങ്മു വേഗം റെഡിയായിട്ട് ഡേറ്റിന് പോകാൻ പറ്റിയ സ്ഥലങ്ങൾ നെറ്റിൽ തിരയുന്നു. പക്ഷെ ഒന്നും അവൻ ഇഷ്ടപ്പെടുന്നില്ല. ഷോപ്പിൻ്റെ ഗ്രൂപ്പിൽ അവൻ അതിനെക്കുറിച്ച് ചോദിച്ച് മെസ്സേജ് അയക്കുന്നു. അതോടെ ബോസ് ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി തുരുതുരാ മെസ്സേജ് അയക്കുന്നു. പിന്നെ ഷോപ്പിൽ 4 പേർ കൂടി അതിനെക്കുറിച്ചായി ചർച്ച. ബോസ് പുതുതായി ഒരു റെസിപ്പി റെഡിയാക്കുന്നത് ഞാൻ കണ്ടിരുന്നു. കൺഫെഷൻ എന്നായിരുന്നു എൻ്റെ പേര്. പക്ഷേ പുതിയ പ്രൊഡക്റ്റ് അല്ല എന്നാണ് ബോസ് പറഞ്ഞത്. മിക്കവാറും സിഹാനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ആയിരിക്കും എന്നൊക്കെ അവർ തമ്മിൽ പറയുന്നുണ്ട്. ഷെങ്യു റൂയിക്കൊപ്പം ഓഫീസിലിരിക്കുമ്പോൾ അവിടുത്തെ ജിയാങ്കു പതിവില്ലാതെ അവനെ കണ്ട് വിവരം തിരക്കുന്നു. സിഹാനും ഷെങ്മുവിനും കൂടി ഡേറ്റിന് പോയിരിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ അവനെ ശരിക്കും അമ്പരക്കുന്നുണ്ട്. റൂയിയാണ് അതിനുള്ള അവസരം ഉണ്ടാക്കിയതെന്ന് അവനെ അറിയിക്കുന്നു. അവർ തമ്മിലുള്ള സംസാരം ശ്രദ്ധിച്ച റൂയി നിങ്ങൾ ഡേറ്റിലാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല എന്ന് അവളും ആണെന്ന് അവനും പറയുന്നുണ്ട്. അവളെ പഠിച്ച അവസാനം അവനും മാറ്റി പറയേണ്ടി വരുന്നു. അവനെ അധിക സമയം അവിടെ ഇരിക്കാൻ സമ്മതിക്കാതെ അവൾ ഓടിച്ചു വിടുന്നുമുണ്ട്. ഡേറ്റിന് പോകാൻ പറ്റിയ സ്ഥലം കുറേ അന്വേഷിച്ച ഒരു ഐഡിയയും കിട്ടാതെ അവസാനം ഷെങ്മു അവളെയും കൊണ്ട് ആർച്ചറി ക്ലബിലേക്കാണ് പോയത്. പ്രതീക്ഷിച്ചിരുന്ന അതല്ല എങ്കിലും അവിടെ ചെലവഴിച്ച സമയവും സന്തോഷം കണ്ടെത്താൻ അവൾ ശ്രമിക്കുന്നു. ആർച്ചറിയിലെ തൻ്റെ കഴിവ് അവൻ അവൾക്ക് മുന്നിൽ കാണിക്കുന്നുണ്ട്. പോരാത്തതിന് അവളെയും അത് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിനുവേണ്ടി അവൻ അടുത്ത് വന്ന് നിന്നപ്പോൾ സിഹാൻ എന്തൊക്കെ ഫീൽ ചെയ്യുന്നതിനാൽ തനിയെ ചെയ്തോളാമെന്ന് പറഞ്ഞ് അവൾ അവനെ മാറ്റി നിർത്തുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് ബോറടിക്കുന്നു. ഇനി എന്താണ് പരിപാടി എന്ന് ചോദിച്ചപ്പോൾ അവരവളെ അടുത്ത സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. ആദ്യത്തിനേക്കാൾ കഷ്ടമായിരുന്നു ഇപ്പോൾ. ബോക്സിംഗ് ചെയ്യാനാണ് അവൻ അവളെ കൂട്ടിക്കൊണ്ട് പോയത്. അതിൻ്റെ കുറേ റൂൾസ് വിശദമായി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവൾ മതിയാക്കി ഇറങ്ങിപ്പോകുന്നു. കുറച്ചുകൂടി ആർട്ടിസ്റ്റായി എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി അവൻ അടുത്തായി അവളെ കൂട്ടി ബീച്ചിൽ പോയിരുന്നു. ഗിത്താർ വായിച്ചുകൊണ്ട് പാട്ട് പാടാൻ തുടങ്ങുന്നു. പാട്ടൊക്കെ അവൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ഡേറ്റിന് അവൾ ഇതൊന്നുമല്ല പ്രതീക്ഷിച്ചതെന്ന് ഉറപ്പാണ്. അടുത്തായി അവൻ അവളെ കൊണ്ടുപോയത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടെ വെച്ചെങ്കിലും അവൻ ഇഷ്ടമാണെന്ന് പറയുമായിരിക്കുമെന്ന് അവൾ പ്രതീക്ഷിച്ചതാണ്. കുറച്ച് സമയമായിട്ടും അവനൊന്നും പറയാതിരിക്കുന്നത് കണ്ടപ്പോൾ നിനക്കെന്നോടൊന്ന് പറയാനില്ല എന്ന് അവൾ ചോദിക്കുന്നു. അവൻ എന്തോ പറയാനായി വാ തുറന്നതാണ്. പക്ഷെ കൃത്യസമയത്ത് കറണ്ട് പോകുന്നു. ഇരുട്ട് പേടിയായതുകൊണ്ട് തന്നെ അവൻ ആകെ വെപ്രാളപ്പെട്ട് ഫോൺ എടുത്ത് ടോർച്ച് കളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വെപ്രാളം കൊണ്ടതിന് കഴിയുന്നില്ല. സിഹാൻ പെട്ടെന്ന് തന്നെ അവളുടെ ഫോണിൽ ലൈറ്റ് ഓണാക്കുന്നുണ്ട്. അവൻ്റെ വെപ്രാളം കണ്ട് നിനക്ക് ഇരുട്ട് പേടിയാണെന്ന് അവൾ ചോദിക്കുന്നു. അപ്പോഴേക്കും മെഴുകുതിരി കത്തിച്ചുകൊണ്ടൊരു സ്റ്റാഫ് അവിടെ എത്തുന്നുണ്ട്. കറണ്ട് വരാൻ കുറച്ച് താമസിക്കും എന്നറിയിച്ച് സോറി പറഞ്ഞിട്ട് അവർ പോകുന്നു. അവൻ ഇരുട്ട് പേടിയാണെന്നുള്ളത് അവൾക്കും ഒരു തമാശയായാണ് തോന്നിയത്. ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ്. നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്നവൾ വീണ്ടും പറയുന്നുണ്ട്. ഇഷ്ടമാണെന്നുള്ളത് തുറന്നു പറയുന്ന കാര്യമാണ് അവൾ ഉദ്ദേശിച്ചത്. പക്ഷേ നിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ ഞാൻ ശരിക്കും ഹാപ്പിയാണ്. നിനക്കെന്നെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എന്ന് മാത്രമേ അവൻ പറഞ്ഞുള്ളൂ. അവന് വേറെ ഒന്നും പറയാനില്ല എന്നറിഞ്ഞപ്പോൾ അവൾ ശരിക്കും നിരാശയാകുന്നുണ്ട്. സമയം ഒരുപാടായി. റൂയിയെ തിരികെ വിളിക്കേണ്ടതെന്ന് പറഞ്ഞ് അവൾ കഴിക്കാൻ പോലും നിൽക്കാതെ എഴുന്നേറ്റ് പോകുന്നു. അവൾ ദേഷ്യത്തിലാണെന്ന് മനസ്സിലായെങ്കിലും അതിൻ്റെ കാരണം എന്താണെന്നറിയാതെ അവൻ എഴുന്നേറ്റ് പുറകെ ചെല്ലുന്നു. അവർ കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ അവൾക്ക് അമ്മയുടെ കോൾ വരുന്നുണ്ട്. അവളുടെ ജോലിയെക്കുറിച്ചൊക്കെയാണ് അമ്മ അന്വേഷിച്ചത്. അവരുടെ സംസാരത്തിൽ നിന്ന് അവൾ ഇപ്പോൾ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല എന്നവന് മനസ്സിലാകുന്നു. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ അവൻ അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ചെയ്യുന്ന ജോലിയെക്കുറിച്ച് അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല. അവരുടെ കണ്ണിൽ ഇത് ശരിക്കും ഒരു ജോലിയല്ല. ഇക്കാര്യം അറിയാമെങ്കിൽ എന്നെ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് തിരികെ വിളിക്കും. നല്ലൊരു സമയം നോക്കി എപ്പോഴെങ്കിലും സത്യം പറയണമെന്നൊക്കെ അവൾ അവനോട് പറയുന്നു. വീട്ടുകാർ എതിർത്തിട്ടും എന്തുകൊണ്ടാണ് ജോലി ചെയ്യുന്നതെന്ന് അവൻ ചോദിച്ചപ്പോൾ എനിക്കിത് ചെയ്യാൻ ശരിക്കും ഇഷ്ടമാണ്. ആദ്യമൊക്കെ ചെറിയ ഇഷ്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പല ആളുകളുടെയും കമൻറ്റുകൾ കണ്ടപ്പോൾ എൻ്റെ വാക്കുകൾ അവർക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി നൽകാറുണ്ടെന്നും പലരുടെയും ദുഃഖങ്ങൾ മറയ്ക്കാൻ സഹായിക്കാറുണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോൾ
ഇഷ്ടം കൂടി ഒരു ഉത്തരവാദിത്തമായി മാറി എന്നവൾ പറയുന്നു. ഫാൻസിൻ്റെ പല കമൻസും അവന് ഫോണിൽ കാണിച്ചു കൊടുക്കുന്നുമുണ്ട്. അത് നോക്കാനായി അവൻ അടുത്തേക്ക് വന്നപ്പോൾ രണ്ടുപേർക്കും എന്തോ വൈബ് ഫീൽ ചെയ്യുന്നതിനാൽ രണ്ടുപേരും പെട്ടെന്ന് തന്നെ നീങ്ങി നിൽക്കുന്നു. റൂയിയെ വിളിക്കാൻ പോകുന്ന കാര്യം ഓർമ്മിച്ചുകൊണ്ട് അവൾ വേഗം മുന്നോട്ട് നടക്കുന്നുണ്ട്. വീട്ടിലെത്തി റൂയിയെ ഉറക്കി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഹാളിൽ വന്നിരുന്ന് അവൻ തിരികെ പോകുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. രണ്ടുപേർക്ക് നല്ല വിഷമമുണ്ട്. ചേച്ചിയെ ചേട്ടന് വിശ്വസിക്കാൻ പറ്റില്ല, അവർ എപ്പോഴാണ് വീണ്ടും വഴക്കിടുന്നതെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ അവൾ പറഞ്ഞപ്പോൾ അവനെ എനിക്ക് നന്നായി അറിയാവുന്നതാണ്. പുറമേ പ്രകടിപ്പിച്ചില്ലെങ്കിലും നല്ല സ്നേഹമുള്ള കൂട്ടത്തിലാണ്. വളരെ കഷ്ടപ്പെട്ടാണ് ഇന്നത്തെ നിലയിലെത്തിയത്. അവൻ വേണ്ടതുപോലെ ചെയ്തോളും എന്നൊക്കെ ഷെങ്മു പറയുന്നു. ചില കാര്യങ്ങൾ മനസ്സിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, പ്രകടിപ്പിച്ചാൽ മാത്രമേ മറ്റുള്ളവർക്ക് മനസ്സിലാവുകയുള്ളൂ എന്ന് അവൾ അപ്പോൾ പറയുന്നു. അവനെ കൂടി ഉദ്ദേശിച്ചാണ് അവൾ പറഞ്ഞതെങ്കിലും അവനത് മനസ്സിലായെന്ന് തോന്നുന്നില്ല. അന്ന് രാത്രി അവൻ നോട്ട്ബുക്കിൽ കൺഫെഷൻ എന്ന പുതിയ ഡിസൈനിൻ്റെ എന്തൊക്കെയോ മോഡിഫിക്കേഷൻ വരുത്തി എഴുതി ചേർക്കുന്നുണ്ട്. അന്ന് ഫോട്ടോഷൂട്ടിനിടയിൽ ജിയാങ്വിൻ്റെ കൂടെയുള്ള മോഡൽ അവനോട് അടുത്തിടപഴകാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടും അവൾ വിടാതെ പിടികൂടിയിരിക്കുകയാണ്. ഷൂട്ട് കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് കണ്ണിനെന്തോ പൊടി പോയി, അതൊന്ന് നോക്കുമോ എന്ന് ചോദിച്ച് അവൾ അവനെ അടുത്തേക്ക് വിളിക്കുന്നു. അവൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും മുറിയിൽ മറ്റാരുമില്ലാത്തതുകൊണ്ട് സഹായിക്കാൻ അവൾ വീണ്ടും പറഞ്ഞപ്പോൾ അവൻ നോക്കാനായി അടുത്തേക്ക് ചെല്ലുന്നു. അവൾ ഫോണിൽ ക്യാമറ ഓണാക്കി റെക്കോർഡ് ചെയ്യാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് അവൻ അറിഞ്ഞില്ല. അവൻ കണ്ണിൽ പൊടിയുണ്ടോ എന്ന് നോക്കുന്നതിനിടയിൽ അവൾ അവനെ കിസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അവൻ പെട്ടെന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട്. ഷെങ്യു ആ സമയത്ത് അവിടേക്ക് വരുന്നു. അകത്തിറങ്ങി കണ്ട് അവൾ വാതിൽക്ക് തന്നെ മറന്നു നിൽക്കുന്നു. മോഡലിൻ്റെ ഭാവം കണ്ടപ്പോൾ അവൾക്ക് പന്തികേട് തോന്നിയതിനാൽ അവൾ ഫോൺ എടുത്ത് അവിടെ നടക്കുന്ന റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുന്നു. മോഡൽ ആദ്യം അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഡിന്നർ കഴിക്കാൻ ക്ഷണിക്കുന്നു. അവൻ ഒഴിഞ്ഞു മാറി അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ അവൾ പുറകിൽ കൂടി അവരെ കെട്ടിപ്പിടിച്ചിട്ട് അവൻ അവളോട് ഇഷ്ടമുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അവൻ അവളെ പിടിച്ചു മാറ്റിയിട്ട് ഞാൻ എപ്പോഴാണ് നിന്നോട് ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറിയത്? എനിക്ക് ആകെ ഒരു പെണ്ണിനോട് മാത്രമേ ഇഷ്ടം തോന്നിയിട്ടുള്ളൂ. എൻ്റെ ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയുന്നു. നിനക്ക് ഗേൾഫ്രണ്ട് ഉണ്ടെന്ന് നീ വെറുതെ പറയുന്നതാണ്. ഒരിക്കൽ പോലും അവൾ നിന്നെ കാണാൻ ഇവിടെ വന്നിട്ടില്ലല്ലോ. നിന്റെ FBയിൽ നിന്നൊരു പിക്ചർ പോലും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഇനി ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കതൊരു പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞ് അവൾ പിന്നെയും അവനെ ശല്യം ചെയ്യുകയാണ്. അവൻ അവളുടെ കൈ തട്ടി മാറ്റി പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഇവിടെ നടന്നതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നീ എൻ്റെ ബോയ് ഫ്രണ്ട് ആകാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാനിത് ഇൻ്റർനെറ്റിൽ പോസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ് അവനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങുന്നു. അത്രയും ആയപ്പോഴേക്കും ഷെങ്യു അകത്തേക്ക് കയറി ചെല്ലുന്നു. അവനോട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ അവൾ പറയുന്നു. ഷെങ്യു അവൾ റെക്കോർഡ് ചെയ്ത വീഡിയോ കാണിച്ചിട്ട് മോഡലിനെ തിരിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. അവസാനം ഇനി ഒരിക്കലും അവർക്കിടയിൽ ഒരു ശല്യമായി വരികയില്ലെന്നും ഇപ്പോൾ തന്നെ വീഡിയോ ഡിലീറ്റ് ആക്കുകയെന്നും അവൾക്ക് ഉറപ്പ് കൊടുക്കുന്നു. അവളുടെ മുന്നിൽ വെച്ച് തന്നെ വീഡിയോ ഡിലീറ്റ് ആക്കുന്നുമുണ്ട്. അവിടെ നിന്ന് മടങ്ങുമ്പോൾ അവളുടെ പെർഫോമൻസിനെ അവൻ അഭിനന്ദിക്കുന്നുണ്ട്. അവൾ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ മര്യാദയ്ക്ക് പ്രതികരിക്കാതിരുന്നതിന് അവൾ അവനെ കുറ്റപ്പെടുത്തുന്നു. വെറുതെ പെണ്ണുങ്ങളുമായി വഴക്കുണ്ടാക്കി ഒരു ചീത്തപ്പേരുണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയാണ് മര്യാദയ്ക്ക് നിന്നത് എന്നവൻ പറയുന്നു. ഷെങ്മുവിനൊപ്പം ഡേറ്റിന് പോയി വന്ന ശേഷം സിഹാൻ മുറിയിൽ കയറി വാതിലുടെ ചുരയിരിപ്പാണ്. അവൻ ഇതുവരെ അവളോട് കൺഫസ് ചെയ്തില്ല എന്നറിഞ്ഞപ്പോൾ റൂയി അവനെ കുറ്റപ്പെടുത്തുന്നു. അത്ര നിസ്സാരമായി കൺഫസ് ചെയ്യാൽ നിന്റെ ആൻറ്റിക്ക് ഒട്ടും സന്തോഷം ആകില്ല എന്നവൻ പറഞ്ഞപ്പോൾ ആൻറ്റിക്ക് സന്തോഷമുള്ളത് കൊണ്ടാണോ ആൻറ്റി ഇന്ന് മുഴുവൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെ അവിടെ കുത്തിയിരിക്കുന്നത്? അങ്കിളിനെ ഏൽപ്പിച്ചിട്ടൊരു കാര്യവുമില്ല, ഇനി ഞാൻ തന്നെ ഇടപെടാം എന്ന് പറഞ്ഞ് അവൻ ഓടിപ്പോയി അവളുടെ വാതിലിൽ മുട്ടി വിളിക്കുന്നു. സിഹാൻ വാതിൽ തുറന്ന് അവനെ മാത്രം അകത്തേക്ക് കയറ്റി അപ്പോൾ തന്നെ വാതിൽ അടയ്ക്കുന്നു. അവൾ വാതിൽ തുറന്ന കണ്ട് ഷെങ്മു എഴുന്നിട്ട് അടുത്തേക്ക് ചെന്നെങ്കിലും അവൾ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ കുറേ കഴിവുകൾ അവൾക്ക് മുന്നിൽ കാണിച്ചിട്ടും അവൾ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? ഞാൻ അത്രയ്ക്ക് ബോറിനാണോ എന്നവൻ സ്വയം ചോദിക്കുന്നുണ്ട്. റോയി നിർബന്ധം പിടിച്ചതനുസരിച്ച് അവർ അവനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നു. ഇടയ്ക്ക് അവൻ മനഃപൂർവ്വം ഓരോ ചാൻസ് ഉണ്ടാക്കി അവരെ തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴും ഇടയ്ക്ക് അതുവഴി പോയ ഒരു കപ്പിളിനെ കണ്ട് 3 പേരുടെയും കൂടി ഫോട്ടോ എടുപ്പിച്ചപ്പോഴുമൊക്കെ അവൻ മനഃപൂർവ്വം അതിന് അവസരങ്ങൾ ഉണ്ടാകുന്നു. അവസാനം 2 പേരുടെയും കൂടി കൈകൾ ചേർത്ത് പിടിപ്പിക്കുക അവർ ചെയ്യുന്നുണ്ട്. അവൻ കൈകൾ ചേർത്ത് പിടിച്ചപ്പോൾ സന്തോഷമുണ്ടെങ്കിലും അത് പരസ്പരം കാണിക്കാതെ 2 പേരും മുഖം തിരിച്ചെന്ന് ചിരിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.